ഇതൊന്ന് അതിന് ചട്ടി ഇല്ല, അപ്പോൾ ആ ചട്ടിയിലേക്ക് നമുക്ക് റീപോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് റീപോർട്ടിങ് വീഡിയോകളൊക്കെ കണ്ട് തിരിച്ചു വരാം. പ്രത്യേകിച്ച് ഷൂട്ടുകളൊന്നും വരാത്ത ഇതിനെ എടുത്തൊരു ചെറിയ ചട്ടിയിലേക്ക് നടുക. അഗ്ലോണിമ നമുക്ക് ആ ചട്ടിയിലേക്ക് റീപോർട്ടും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്ത വീട്ടിലെ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനെപ്പോൾ ചെടി റീപോർട്ട് ചെയ്യുമോ, ഞാനിങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ചേച്ചിക്ക് ഈ കാഴ്ചകളൊക്കെ ഭയങ്കര കൗതുകരമാണ് കേട്ടോ. അങ്ങനെ നാച്ചുറലായിട്ടുള്ള കുറച്ച് വളങ്ങൾ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. കുറച്ച് ചാണകപ്പൊടി, പിന്നെ കുറച്ച് മണ്ണ്, പിന്നെ പുഴ മണൽ, അത് ഞാൻ നേരത്തെ കോരി വെച്ചിരുന്നുണ്ട്, അതും കുറച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കരിയില, അധികം ഒന്നും ചേർക്കുന്നില്ല. ചെടിയൊന്ന് ചൂട് പിടിച്ചിട്ട് പിന്നെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അഗ്ലോണിമ ടൈപ്പ് ചെടികളാകുമ്പോൾ ചൂട് പിടിച്ച് കിട്ടാൻ ഇത്തിരി പ്രയാസമാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതിന് വളരെയധികം നീർവാഴ്ച ഉണ്ടാകണം, ഇതിന് വേര് നല്ലോണം വരാൻ വേരോട്ടം ഉണ്ടാകണം എന്നാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത. എന്നാൽ അതിൻ്റെ ചെറിയ ചെറിയ ഷൂട്ടുകൾ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെർലൈറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്, അതെൻ്റെ കയ്യിലില്ലായിരുന്നു, പക്ഷേ തെർമോക്കോൾ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതും കുറച്ച് ഇതിനകത്തേക്ക് പൊടിച്ച് ചേർക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം കല്ലാണ് അടിയിലിട്ടത്, അത് കഴിഞ്ഞ് കുറച്ച് കരിയില വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ തെർമോക്കോളിൻ്റെ പീസസ് ചെറുതായിട്ട് അടത്തിയിട്ടു കേട്ടോ. അപ്പോൾ ഇതിന് ചെടിയുടെ വേരിനാണ് നല്ലോണം ഓട്ടം വേണ്ടത്, വേരോട്ടം വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇച്ചിരി ഏറെ പൊടിച്ചിടുന്നുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞ് നിർത്തിക്കോ അമ്മേ, ഇതിന് വേരാണ് കൂടുതൽ ഓടണ്ടേ, അതുകൊണ്ടാട്ടോ എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും എടുത്ത് പൊടിച്ചിടുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇതിനൊരു വളമൊന്നും ഇല്ലെങ്കിലും ഇതിൽ നല്ല ഏറെ അതിൽ നിലനിർത്താനും പറ്റും, ചെടികൾക്ക് ആവശ്യത്തിന് വേരോടാനും പറ്റും. അതുകൊണ്ടാട്ടോ ഞാനിത് ഇത്തിരി ഇട്ട് കൊടുത്തേക്കുന്നത്. അനുസരിച്ച് നമ്മൾ ഇതിനകത്തേക്ക് ഈ പൊട്ടി മിക്സും തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ചെടിക്ക് ആവശ്യത്തിന് പൊട്ടി മിക്സും ഇതിലുണ്ട്. പിന്നെ എയർ കണ്ടീഷനായിട്ട് നിൽക്കാനുള്ള സംഭവങ്ങളും ഇതിലിട്ടിട്ടുണ്ട്. ഇനിയും നമുക്കിതിനെ ഇതിലേക്ക് നടാം. നല്ല ഭംഗിയുള്ളൊരു അഗ്ലോണിമ ചെടി തന്നെയാട്ടോ. എനിക്ക് ഇതൊരു സുഹൃത്ത് തന്നതുകൂടിയാട്ടോ. അപ്പോൾ അത് നല്ലോണം നട്ട് നല്ലോണം അത് ചോട് പിടിപ്പിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാട്ടോ. ഏതെങ്കിലും ചെടി ചോട് പിടിക്കുന്ന കണ്ടില്ലേ എനിക്ക് ഭയങ്കര വിഷമം. അപ്പോൾ ഇത് അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ച ചെടിയാട്ടോ. 250-300 ഒക്കെ രൂപയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു അഗ്ലോണിമ ടൈപ്പ് ചെടികൾ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിന്. അപ്പം അത് മേടിച്ച് ഞാനിത് ചോട് പിടിപ്പിച്ച് അതിന് പുതിയ ലീഫൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഷൂട്ട് വന്നിട്ടില്ല. അപ്പോൾ ഷൂട്ട് മുകളിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മണ്ണും കൂടി അതിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ അഗ്ലോണിമേനെ ചോടും പിടിപ്പിച്ചു. മറ്റേ പറിച്ച ചെടിയില്ലേ, അതിന് നമ്മൾ വേറൊരു പോട്ടിലേക്ക് മാറ്റി. പിന്നെ കുറച്ച് 10 മണിച്ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതും പറിച്ച് ഞാൻ കുറച്ച് റീപോർട്ട് ചെയ്യുന്നുണ്ട്. ഈ റീപോർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.